ഇന്നത്തെ വിളവെടുപ്പ് മരച്ചീനിയായിരുന്നു. രാവിലെ തന്നെ മരച്ചീനിയുടെ ഇടയ്ക്കൂടെ ഈ നല്ല മഴയായിരുന്നു. മഴയത്ത് മഴത്തുള്ളികളും എല്ലാം കൂടെ അതിനിടയ്ക്കൂടെ നമുക്ക് നടന്നു പോകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു അനുഭവമാണ്. ഇതിൻ്റെ ഈ കായയാണിത്. ഈ മരക്കമ്പ് ഒരു പാകം ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൂത്ത് കായ ഉണ്ടാവും. ഇതാണ് നമ്മൾ വിളഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ കമ്പ് നമ്മൾ ഒരിടത്ത് പോയപ്പോൾ ഒരു മരക്കമ്പ് 2-3 തണ്ട് കിട്ടിയത്, അതുകൊണ്ട് നട്ടിട്ട് പിന്നെ അതിൽ നിന്ന് മുറിച്ച് നട്ട് ഇപ്പോൾ കുറേ ആയി. എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള മരക്കമ്പ് നമുക്കിപ്പോൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടാവുള്ള ചീനിയാണേലും വളരെ രുചികരമായിട്ട് തിളച്ച ഉടനെ വേകുന്ന രീതിയിലുള്ള ചീനി, നല്ല വെള്ള കളറാണ് ഇത്. ഈ മരച്ചീനിയുടെ ചുവട്ടിലേക്ക് ഒരുപാട് മണ്ണായിപ്പോയി. ശരിക്കും മരച്ചീനിയുടെ ചുവട്ടിലേക്ക് നമ്മൾ ഒരുപാട് മണ്ണ് അടുപ്പിക്കാൻ പാടില്ല. മറിച്ച് ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ചുവട്ടിലേക്ക് നമ്മൾ ഈ മണ്ണും ചവറും ഒക്കെ കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിളവ് തരും. പക്ഷേ മരച്ചീനിയിൽ നിന്ന് നേരെ തിരിച്ചാണ്. ചുവട്ടിൽ നിന്ന് മണ്ണ് നമ്മൾ ഇളക്കിയിടണം, പക്ഷേ അതിന് ചുവട്ടിലേക്ക് അടുപ്പിച്ച് കൊടുക്കരുത്. നിരത്തി ഇങ്ങനെ മണ്ണ് ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് പോകുന്ന വഴിക്കെല്ലാം ചീനി ഉണ്ടായി നല്ലപോലെ വിളവ് ലഭിക്കും. ഇത് മണ്ണ് കൂടിപ്പോയി, അതുകൊണ്ട് നമുക്ക് പിഴുതെടുക്കാനും വലിയ പാടായിരുന്നു. പിന്നെ മോളും ഹസ്ബൻഡും ഞാനും എല്ലാവരും കൂടി ഒരുപാട് പണിപ്പെട്ട് എന്തായാലും കുറച്ച് ചീനി പറിച്ചെടുത്തു. ഇന്ന് അത്യാവശ്യം വിളവുണ്ടായിരുന്നു. ഒരു മൂട്ടിൽ നിന്ന് തന്നെ ഒരു 3-4 കിലോയൊക്കെ കിട്ടത്തക്ക രീതിയിലുള്ള വിളവുണ്ട്. നമ്മൾ ഈ ചില കാര്യങ്ങൾ മുമ്പൊക്കെ ഈ പറയും, ചിലർ മടിച്ചികളും മടിയന്മാരുമായിട്ടുള്ള കുട്ടികളൊക്കെ ഇരിക്കും പറയും, വാഴ വെച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പറയുന്നൊരു ചൊല്ലുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ചൊല്ല് കറക്റ്റാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അച്ഛനമ്മമാരൊക്കെ വീടുകളിൽ ഒരു ചെടി നട്ടാലോ വാഴ നട്ടാലോ അല്ലെങ്കിൽ മരക്കമ്പ് നട്ടാലോ ഒക്കെ അവിടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിക്കണം, അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റോട് അവിടെ വരുത്തണം. എന്നിട്ട് ഇപ്പോൾ 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 2 വാഴ വെച്ചിട്ട് ഇതൊരാളിനാണെന്ന് പറയുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, പിന്നെ അതിൻ്റെ വളർച്ച ശ്രദ്ധിക്കാൻ തുടങ്ങും, വെള്ളം ഒഴിക്കാൻ തുടങ്ങും. അങ്ങനെ അവർ പല കാര്യങ്ങളിലും അവർ ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പോൾ അവർ ബാക്കിയുള്ള കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധയെല്ലാം മാറിപ്പോവും. ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ അതിൽ നിന്നൊക്കെ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവരുടെ ചെടി എത്രത്തോളം വളർന്നു, അല്ലെങ്കിൽ അതെന്തായി എന്ന് നോക്കാനുള്ളൊരു ആകാംക്ഷ അവർക്കുണ്ടാകും. അപ്പോൾ അങ്ങനെ കുട്ടികളെ ചെറുതിലേ തന്നെ നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ള ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടെ പഠിത്തത്തോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടെ ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും അവർ പിടിച്ചു നിൽക്കും. എന്തായാലും ഒരു കൊട്ട ചീനി കിട്ടി. അതുമായിട്ട് ഇന്നത്തെ പ്രഭാതം